യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ പ്രിയ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും മക്കൾക്കും നല്ലൊരു ദിവസത്തിൻ്റെ ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്നത്തെ ദിവസം ദൈവപരിപാലനയാൽ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ലൂക്കാ സുവിശേഷൻ്റെ പുസ്തകം 21-ാം അധ്യായം 33-ാം തിരുവചനം. ആകാശവും ഭൂമിയും കടന്നുപോകും, എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകും. എന്നാൽ നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദൈവവചനം തലമുറയായി കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള ആകാശവും ചവിട്ടി നിൽക്കുന്ന ഭൂമിയും കടന്നുപോയാലും ദൈവത്തിൻ്റെ വചനം ഒരിക്കലും കടന്നു പോവുകയില്ല. ദൈവീക സാന്നിധ്യം എപ്പോഴും ഒരു മനുഷ്യൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ദൈവം അവനോട് നിരന്തരം സംസാരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക. അൻപത് ദിവസത്തെ നോമ്പും ഉപവാസത്തിൻ്റെയും അവസാന ആഴ്ചയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ നോമ്പും ഉപവാസവും കൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടായിട്ടുണ്ടോ? യേശുവിന്, ദൈവത്തിന് എന്നോടൊപ്പം സഞ്ചരിക്കുവാനുള്ള സാഹചര്യം ഞാൻ ഒരുക്കിയിട്ടുണ്ടോ? കർത്താവ് എൻ്റെ കൈ പിടിച്ച് നടക്കുവാൻ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെയാണോ? എന്നെ നയിക്കുന്നത് ലോകത്തിൻ്റെ ആഗ്രഹങ്ങളാണോ അതോ ദൈവത്തിൻ്റെ സാന്നിധ്യമാണോ? നമുക്ക് ചുറ്റുമുള്ളവരിൽ ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുമോ? നമ്മളൊന്ന് ആത്മശോധന ചെയ്യേണ്ട സമയമായി. ഈ ഉപവാസവും നോമ്പും നമുക്കും നമ്മുടെ കുടുംബത്തിനും ലോകത്തിനും തലമുറകൾക്കും അനുഗ്രഹപ്രദമായി മാറുവാൻ ദൈവീക സാന്നിധ്യത്തിനായി ആഗ്രഹിച്ചുകൊണ്ട് നമ്മളെ തന്നെ എളിമപ്പെടുത്തി കർത്താവിൻ്റെ മുന്നിലായിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും നിരാലംബനും ബലഹീനനുമായ എൻ്റെ കൈ പിടിച്ച് നീ എന്നെ നടത്തുകയും
എന്നെയും എൻ്റെ തലമുറകളെയും കുടുംബത്തെയും നീ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയും എൻ്റെ അതിരുകളെ നീ വിസ്തൃതമാക്കുകയും ചെയ്യുന്നു. അതിന് ഞാൻ എപ്പോഴും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സംതൃപ്തിയോടെ ദൈവത്തെ സ്തുതിക്കും. നമ്മുടെ നാവുകൾക്ക് ബലം കൊടുത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. യേശുക്രിസ്തു അവരെ ഓരോരുത്തരെയും തൻ്റേതാക്കി മാറ്റട്ടെ. ലോകസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ ഒഴിവാകുവാൻ, യുദ്ധക്കെടുതി മൂലം ക്ലേശിക്കുന്ന എല്ലാ രാജ്യത്തിലെ മക്കളെയും ദൈവം തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കുവാൻ നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ സമാധാനപ്രിയനായ നമ്മുടെ രക്ഷകനും നാഥനുമായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.